ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 6 വിഭാഗങ്ങളിലായി 27 ഡോക്ടർമാരുടെ ഒഴിവുകൾ. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ആകെയുള്ള ചൊവ്വാഴ്ച ദിന ഒപിയിൽ ആദ്യമെത്തുന്ന 150 രോഗികൾക്ക് മാത്രമാണ് ഡോക്ടറെ കാണാനുള്ള അവസരം. ഒരു വർഷം കൊണ്ട് ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കും. നമ്മളെ നിവൃത്തിയുണ്ടെങ്കിൽ പോയി പ്രൈവറ്റ് ആയിട്ട് ചെയ്യത്തില്ലേ. ഇപ്പൊ സീൽസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇങ്ങനെ കിടക്കും, വിടും, പോവും, വരും, ഇതൊക്കെ തന്നെ ഉള്ളു. ഞങ്ങൾ ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടിട്ടില്ല. ഹാർട്ട് മാറി വെക്കേണ്ട ആളാണ്. രാവിലെ വന്ന് ചീട്ടെടുക്കാൻ ക്യൂ നിൽക്കണം. പിന്നെ ആ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അകത്ത് പോയി വേറെ ക്യൂ നിൽക്കണം. പിന്നെ പ്രഷറിന് ക്യൂ നിൽക്കണം. പിന്നെ ഡോക്ടറെ കാണാൻ നിൽക്കണം. അവിടുന്ന് നോക്കിയിട്ട് നമ്മൾ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് മരുന്ന് കിട്ടത്തുള്ളൂ. അവിടെ മരുന്നില്ല. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. നിലവിലുള്ള പോസ്റ്റുകളിലെല്ലാം തന്നെ ഡോക്ടർമാർ നിയമിക്കപ്പെട്ടാൽ പോലും ചികിത്സാ രംഗത്ത് മറ്റ് ആശുപത്രികളില്ലാത്ത ജില്ലയിൽ അത് അപര്യാപ്തമായ അവസ്ഥയാണ്. രോഗനിർണയത്തിന് നിർണായക പങ്ക് വഹിക്കേണ്ട റേഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 2 ഡോക്ടർമാരാണ്. അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് വിഭാഗങ്ങളിലായി 5 ഒഴിവുകളാണ് റേഡിയോളജിയിൽ നിലനിൽക്കുന്നത്. ജനറൽ സർജറി വിഭാഗത്തിൽ 18 അസിസ്റ്റന്റ് പ്രൊഫസർമാർ വേണ്ടെടുത്ത് ആകെയുള്ളത് 9 പേർ മാത്രമാണ്. ഓരോ കാര്യത്തിനും ഓരോ സ്റ്റാഫിന്റെ കാര്യത്തിനും അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും അവരെ വരെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഒരു ആരും നമ്മളോട് സഹായിക്കാനില്ല ഇവിടുത്തെ സ്റ്റാഫുകൾ. ഞാൻ അമ്മയെ ഒരു ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സിഗ്നോട് ഞാൻ പറഞ്ഞു. അന്നേ പറയാ അവരോട് പറഞ്ഞപ്പോൾ പറയും മറ്റവരോട് പറയാം നിന്റെ പണി പോയി നോക്കാൻ. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണ് പരിതാപകരം. ആകെ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ രാജിവെച്ച് ആലപ്പുഴയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. പിന്നെയുള്ള ഒരു ഡോക്ടർക്കാകട്ടെ ഒപിയിൽ പരിശോധിക്കാൻ കഴിയുന്നത് 150 രോഗികളെ മാത്രം. 300 മുതൽ 350 രോഗികൾ വരെ ദിവസേന എത്തുന്ന ഒപിയിൽ ആദ്യമെത്തുന്നവർക്ക് മാത്രമാണ് പരിഗണന. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവാണ് ഉള്ളത്. ഏറ്റവും അധികം തിരക്കേറിയ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ 6 ഒഴിവുകളാണ് നികത്താനുള്ളത്. ന്യൂറോളജിയിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും രാജിവെച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. ദേശീയപാത ഏറ്റവും അധികം ദൂരം കടന്നു പോകുന്ന ഇടത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ പരിക്കേറ്റെത്തുന്നവരുടെ എണ്ണം ധാരാളമാണ് ആശുപത്രിയിൽ. വയറിൽ ആന്തരിക രക്തസ്രാവവുമായി എത്തിയ ആളുകളെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ആളില്ലാത്തതുകൊണ്ട് ജീവൻ പണയം വെച്ച് അടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ്. ഹൗസ് സർജന്മാർ കൂടി ഇല്ലാതായതോടെ അതീവ ദയനീയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.